السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. അള്ളാഹുവിനോട് ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും അതിപ്രധാനമായ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു ഇബാദത്താണ് 5 നേരത്തെ നിസ്കാരം എന്നുള്ളത്. അത് ഓരോ മുഅ്മിനായ മനുഷ്യൻ്റെ മേലും ഫർള് ഐനാണ്, ഓരോ വ്യക്തിക്കും നിർബന്ധമായ ഒന്നാണ്. ഒരു കാരണവശാലും അത് ഒഴിവാക്കാൻ വിശുദ്ധ ഇസ്ലാം നമുക്ക് അനുവാദം നൽകിയിട്ടില്ല. ഏത് പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും നിസ്കാരം നിർവഹിക്കുക എന്നുള്ളത് നമ്മുടെ മേൽ നിർബന്ധ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ആ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നാം എപ്പോഴും ശ്രദ്ധാലുക്കളാവണം. മറ്റു ഇബാദത്തുകൾ പോലെയല്ല നിസ്കാരം. നോമ്പ് അതൊരു പക്ഷേ ശാരീരികമായി കഴിവില്ലാത്ത ആളുകൾക്ക് മറ്റൊരവസരത്തിൽ നോമ്പ് നോറ്റിവിട്ടിയാൽ മതി. സാമ്പത്തികമായി കഴിവുള്ള ആളുകൾക്കാണല്ലോ ഹജ്ജ് നിർബന്ധമാകുന്നുള്ളൂ, ഉംറയും. അതുപോലെ തന്നെ സക്കാത്തും അതിൻ്റെ കണക്ക് എത്തിച്ചവർക്ക് മാത്രമാണ് നിർബന്ധ ബാധ്യതയായി മാറുന്നത്. എന്നാൽ നിസ്കാരമെന്നുള്ള ഇബാദത്ത് മാദാമ അഖ്ലുഹു സാബിത, ബുദ്ധി നിലനിൽക്കുന്ന കാലത്തോളം അവ നിർവഹിക്കുക എന്നുള്ളത് ഏതൊരു സത്യവിശ്വാസിക്കും നിർബന്ധമായ ഒന്നാണ്. സാഹചര്യങ്ങൾ പ്രതികൂലമാണ് എങ്കിൽ ഉളവുണ്ടാക്കാൻ കഴിയാത്ത അവസരത്തിൽ തയമ്മും ചെയ്ത് നിസ്കരിക്കാൻ നമ്മോട് വിശുദ്ധ ഇസ്ലാം പറയുന്നുണ്ട്. അവറത്ത് മറക്കാൻ വസ്ത്രമില്ല എങ്കിൽ ഉള്ള വസ്ത്രം കൊണ്ട് അവറത്ത് മറച്ച് ബാക്കിയുള്ളവ മറ്റു വസ്തുക്കളെ കൊണ്ട് മറക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ മറച്ചുകൊണ്ട് നിസ്കാരം നിർവഹിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഇനിയിപ്പോൾ ഖിബല അറിയാത്ത ഭാഗത്തൊരാൾ അകപ്പെട്ടു എങ്കിൽ പരമാവധി ഖിബലയുടെ ഭാഗം അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം. ഇങ്ങനെ ഏത് പ്രതിസന്ധി ഘട്ടം നമുക്ക് നേരിടേണ്ടി വന്നാലും നിസ്കാരം ഒഴിവാക്കാനുള്ള യാതൊരു മാർഗവും വിശുദ്ധ ഇസ്ലാം നമുക്ക് മുമ്പിൽ വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നാം എപ്പോഴും വളരെയധികം ഗൗരവത്തിൽ എപ്പോഴും നാം കാണണം. നിങ്ങൾ നോക്കൂ, മഹാന്മാരാകുന്ന സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹും മരണക്കിടക്കയിൽ കടന്നുകൊണ്ട് വരെ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുകയും നിസ്കാരം ഒഴിവാക്കുന്നവൻ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവും യാതൊരു വിലയുമില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതായി നിരവധി സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ഒന്നാണ് സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഇസ്ലാമിൻ്റെ 2ാം ഖലീഫ. മഹാനവർകൾ സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി ജമാഅത്തായി ഇമാമായി നിസ്കരിക്കുന്നതിനിടയിലാണല്ലോ അദ്ദേഹത്തിൻ്റെ ശത്രു അബൂ ലുഅ്ലുഅത്ത് എന്ന മജൂസി വിഷത്തിലൂട്ടിയ കടാര കൊണ്ട് സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പിന്നിൽ നിന്നും ചതിപ്രയോഗത്തിലൂടെ കുത്തിയത്. ആ കുത്തുകൊണ്ട് മഹാനവറുകൾ ബോധരഹിതനായി വീണ് കിടക്കുമ്പോൾ മഹാന്മാരാകുന്ന സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും മഹാനവറുകൾ ആ ബോധം തെളിയിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, മഹാനവറുകൾ നിസ്കാരം പൂർത്തിയാക്കിയിട്ടില്ലല്ലോ. നിസ്കാരത്തിൻ്റെ വിഷയം പറഞ്ഞാൽ തീർച്ചയായും അദ്ദേഹം അബോധാവസ്ഥയിൽ നിന്നും തെളിഞ്ഞ് അദ്ദേഹം ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധയുള്ള ആളാണല്ലോ എന്ന നിലക്ക് സംസാരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മിസ്വർ ബിൻ മഖ്റമ റളിയല്ലാഹു തആല അൻഹു സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അടുക്കലേക്ക് കയറി ചെന്നുകൊണ്ട് അദ്ദേഹം അബൂ ലുഅ്ലുഅത്ത് എന്ന മജൂസിയുടെ കുത്തേറ്റ് കിടക്കുന്ന ആ സാഹചര്യത്തിൽ മഹാനവറുടെ അടുക്കലേക്ക് കയറി ചെന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അങ്ങേക്ക് സുബ്ഹി നിസ്കരിക്കേണ്ടയോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് അബോധാവസ്ഥയിൽ നിന്ന് ഉണർന്നുകൊണ്ട് നഅം, അതെ, ഞാൻ സുബ്ഹി നിസ്കരിച്ചിട്ടില്ലല്ലോ, സുബ്ഹി നിസ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ പറയുന്നുണ്ട്, വലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാഹ്, നിസ്കാരം ഒഴിവാക്കുന്നവന്, നിസ്കാരത്തിൻ്റെ വിഷയത്തെ ശ്രദ്ധയില്ലാത്തവന് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന് ബഹുമാനപ്പെട്ട സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണത്തിനോട് മല്ലടിച്ച് കിടക്കുന്ന സമയത്ത് വരെ പറയുകയും പിന്നീട് അദ്ദേഹം നിസ്കാരം നിർവഹിക്കുകയും ചെയ്തു എന്ന ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പം അതുകൊണ്ട് തന്നെ അപൂർവീകരാകുന്ന മഹത്തുക്കൾ നമുക്ക് കാണിച്ചു തന്ന മാതൃക, വിശുദ്ധ ഇസ്ലാം നമ്മൾ നിർദ്ദേശിച്ച ആ കാര്യം കൃത്യമായി 5 നേരം നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ പ്രത്യേകം നാം ശ്രദ്ധ ചെലുത്തുകയും കൃത്യമായി നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.